ഒരു മിനിറ്റിൽ ഒരു നായ 20 മുതൽ 30 വരെ ശ്വസിക്കുന്നു. 10 മുതൽ 15 വർഷം വരെ അവ ജീവിക്കുന്നു. മനുഷ്യൻ ഒരു മിനിറ്റിൽ 12 മുതൽ 20 വരെ ശ്വസിക്കുകയും 80 മുതൽ 100 വർഷം വരെ ജീവിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഒരു മിനിറ്റിൽ 3 മുതൽ 5 തവണ മാത്രം ശ്വസിക്കുന്ന ആമ 500 മുതൽ 600 വർഷം വരെ ജീവിക്കുന്നു. ഇതിൽ നിന്നും ഒരു ജീവിക്ക് ശ്വസനങ്ങളുടെ എണ്ണം കുറയുന്തോറും കൂടുതൽ കാലം ജീവിക്കാൻ കഴിയുമെന്ന് വ്യക്തമാണ്. ഇത് മനസ്സിലാക്കിക്കൊണ്ട് പൂർവികർ ശ്വസനങ്ങളുടെ എണ്ണം കുറയ്ക്കുകയും അവയുടെ ആഴം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്ന ശാസ്ത്രത്തിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയിരുന്നു. ഒരു മനുഷ്യൻ ഒരുപാട് വർഷങ്ങളും മാസങ്ങളും ജീവിക്കാനല്ല, എടുക്കേണ്ട ശ്വാസങ്ങളുടെ എണ്ണം പരിമിതമാണെന്ന് അവർ മനസ്സിലാക്കിയതിനാൽ ഒരു നിശ്ചിത എണ്ണം മാത്രം ശ്വാസമെടുക്കുകയും അസുഖങ്ങളെ പ്രതിരോധിക്കാനും വേഗത്തിൽ നഷ്ടമാകുന്ന ആയുസ്സിനെ കുറിച്ചുകൊണ്ട് അതിനെ വർദ്ധിപ്പിക്കാനും വേണ്ടിയായിരുന്നു അവർ ശ്രമിച്ചത്. എന്നാൽ ഈ വേഗത കുറയ്ക്കുകയും ശ്വസനം ലഘൂകരിക്കുകയും ചെയ്യുന്നത് സ്വാഭാവികമായി സംഭവിക്കണം. നമ്മൾ ശ്വസിക്കുമ്പോൾ 2-3 സ്ഥലങ്ങളിൽ മാത്രമേ വായു നേരിട്ട് അനുഭവപ്പെടുന്നുള്ളൂ. അത് മൂക്കിലും തൊണ്ടയിലും നെഞ്ചിലുമൊക്കെയായിരിക്കും. ശ്വാസകോശത്തിലേക്ക് പോയ വായുവിനെക്കുറിച്ച് നമുക്കറിയില്ല. ശ്വസന വ്യവസ്ഥയിലൂടെ കടന്നു പോകുന്ന വായുവും പല തരങ്ങളായി വിഭജിക്കപ്പെടുന്നു. അവ വ്യത്യസ്തമാണ്. നമ്മൾ വയലിൽ പോയി നമ്മുടെ ജോലി ചെയ്യുമ്പോൾ അത് വ്യത്യസ്തമായി പുറത്തു വരുന്നു. ഇതെല്ലാം വളരെ വേഗത്തിൽ സംഭവിക്കുന്നു. അതിനാൽ നമുക്കതിനെക്കുറിച്ച് അറിയാൻ കഴിയില്ല. ഓക്സിജൻ ഉള്ളിലേക്ക് പോയി കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് വരുന്നു എന്ന് മാത്രമേ നമുക്കറിയൂ. എന്നാൽ ഉള്ളിൽ ശരിയായ രീതിയിലാണോ തെറ്റായാണോ നടക്കുന്നത് എന്നതിനെക്കുറിച്ച് വളരെ കുറച്ച് മാത്രമേ നമുക്കറിയുള്ളൂ. എന്നാൽ നമ്മൾ ആഴത്തിലുള്ള ശാന്തമായ ശ്വാസമെടുക്കുമ്പോൾ നമ്മുടെ ശരീരത്തിനുള്ളിൽ ചില അത്ഭുതകരമായ കാര്യങ്ങൾ സംഭവിക്കുമെന്ന് നിങ്ങൾക്കറിയാമോ? അത് നന്മയുള്ളൊരു സിംഫണി പോലെയാണ്. ആഴത്തിലുള്ള ശ്വാസം നമ്മുടെ രോഗപ്രതിരോധ സംവിധാനത്തെ സജ്ജരാക്കി ദുഷ്ടരോഗാണുക്കളെ ചെറുക്കാൻ സഹായിക്കുന്നു. ഇതൊരു നേരിട്ടുള്ള ബന്ധമല്ലെങ്കിലും ആഴത്തിലുള്ള ശ്വസനം നമ്മുടെ അസ്ഥികളുടെ ആരോഗ്യത്തിന് ഒരു സഹായക സുഹൃത്തിനെ പോലെയാണ്. പരോക്ഷമായി കാര്യങ്ങൾ നിയന്ത്രണത്തിലാക്കുന്നു. ചുറ്റും തങ്ങി നിൽക്കുന്ന ഓക്സിജൻ മാലിന്യത്തിന്റെ ആ കുതിച്ചുചാട്ടത്തോടെ അതെല്ലാം പുറന്തള്ളാൻ തുടങ്ങുന്നു. നമ്മുടെ തലച്ചോറിനും ഒരു കുറിപ്പ് ലഭിക്കുന്നു. പെട്ടെന്ന് നമ്മൾ കൂടുതൽ ജാഗ്രതയുള്ളവരാകുന്നു. നമ്മുടെ ഓർമ്മശക്തിക്കൊരു ഉത്തേജനം ലഭിക്കുന്നു. നമ്മുടെ തലച്ചോറിലെ ഒരു സ്വിച്ച് ഓണാക്കുന്നത് പോലെയാണിത്. ആ ഓക്സിജൻ പ്രവാഹം മൂലമാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. അത് ആ ന്യൂറോണുകളെ ഉണർത്തുകയും ചിന്തയുടെയും ധാരണയുടെയും ഗിയറുകൾ വീണ്ടും തിരിയുകയും ചെയ്യുന്നു. ശ്വാസകോശത്തിൽ ആത്മവിശ്വാസം ശുദ്ധവായു ഉപയോഗിച്ച് തിരികെ വരുന്നു. കാട്ടിൽ ശക്തമായൊരു കാറ്റ് വീശുമ്പോൾ ചിന്തിക്കുക. അപ്പോൾ കാടിന്റെ ഓരോ ഭാഗവും ഉണർന്ന് ജാഗ്രതയുള്ളതാകുന്നു. അതുപോലെ ഒരു തണുത്ത കാറ്റ് വീശുമ്പോൾ ഒരു പ്രത്യേക അനുഭൂതി നമുക്ക് അനുഭവപ്പെടുന്നു. അത് കുറച്ചു നേരമാണെങ്കിൽ പോലും അത് നമുക്ക് ഉന്മേഷമുണ്ടാക്കുന്നു. പറ്റുമെങ്കിൽ ആ സമയം ഒരു ദീർഘശ്വാസം എടുക്കാൻ ശ്രമിക്കുക. അത് നിങ്ങളുടെ മനസ്സിന് നല്ലൊരു കുളിർമ നൽകിയേക്കാം. വളരെ കുറച്ച് ആളുകൾക്ക് മാത്രമേ ആ കൊടുങ്കാറ്റിനെ ഉള്ളിൽ കൊണ്ടുവരാൻ കഴിയൂ. സ്ഥിരമായ പരിശീലനത്തിലൂടെ മാത്രം കൊടുങ്കാറ്റ് ജനിക്കുന്നു. അത് ജീവിതത്തെ മാറ്റുന്നു. ഇക്കാലത്ത് മിക്ക ആളുകളുടെയും ശ്വസനം ഹ്രസ്വവും മന്ദഗതിയിലുള്ളതുമാണ്. വികാരങ്ങൾ ഉണ്ടാകുമ്പോൾ, അതായത് കോപാവസ്ഥയിലായിരിക്കുമ്പോൾ, കാമവികാരങ്ങൾ ഉണ്ടാകുമ്പോൾ ശ്വാസവും മാറുന്നു. നമ്മുടെ ഓരോ വികാരങ്ങൾക്കും ചിന്തകൾക്കും ഒപ്പം നമ്മുടെ ശ്വാസവും മാറുന്നു. നമ്മുടെ ഭക്ഷണശീലങ്ങളും ജീവിതശൈലിയും കാരണം ഇത് മാറുന്നു. നമ്മുടെ ശ്വസനത്തിന് നമ്മുടെ മനസ്സിന്റെയും ശാരീരിക വ്യവസ്ഥയുടെയും അവസ്ഥയുമായി നേരിട്ട് ബന്ധമുണ്ട്. യോഗയുടെ മുഴുവൻ ശാസ്ത്രവും ശരിയായ രീതിയിൽ ശ്വസിക്കുന്നതിനെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. അതിനാൽ ശരിയായ രീതിയിൽ ശ്വസിക്കാൻ പഠിച്ചാൽ നമ്മുടെ ജീവിതം മാന്ത്രികത പോലെ മാറും. ഇന്നീ പുരാതന യോഗ കഥയിലൂടെ ശരിയായി ശ്വസിക്കേണ്ട രീതിയെക്കുറിച്ചും ശ്വസനത്തിന്റെ മാന്ത്രിക രഹസ്യത്തെക്കുറിച്ചും നമ്മൾ വിശദമായി പഠിക്കും. നമുക്ക് കഥയിലോട്ട് പോകാം. വളരെ കാലം മുമ്പ് ഒരാശ്രമത്തിൽ ഒരു ബുദ്ധസന്യാസി താമസിച്ചിരുന്നു. അദ്ദേഹം തന്റെ വിദ്യാർത്ഥികൾക്ക് യോഗ, ധ്യാനം, പ്രാണായാമം എന്നിവ പഠിപ്പിച്ചിരുന്നു. ഹിമാലയത്തിലെ ഒരു ഗുഹയിൽ അദ്ദേഹം വർഷങ്ങളോളം ധ്യാനിച്ചിരുന്നു. അവിടെ അദ്ദേഹം മനുഷ്യന്റെ നിലനിൽപ്പിനെക്കുറിച്ച് ആഴത്തിൽ മനസ്സിലാക്കിയിരുന്നു. ഇപ്പോൾ അദ്ദേഹം ഈ അനുഭവം ഉപയോഗിച്ച് തന്റെ ശിഷ്യന്മാരിലൂടെ ജനങ്ങളിലേക്ക് അറിവ് വ്യാപിക്കുകയാണ്. ഒരു ദിവസം അത്താഴത്തിനു ശേഷം അദ്ദേഹം വിശ്രമിക്കുകയായിരുന്നു. അപ്പോഴാണ് ആശ്രമത്തിലെ ഏറ്റവും ബുദ്ധിമാനും മിടുക്കനുമായ തന്റെ ശിഷ്യനെ അദ്ദേഹം ശ്രദ്ധിച്ചത്. ശിഷ്യന്റെ മുഖം കണ്ട് ഗുരുദേവൻ അവന്റെ അടുക്കൽ ചെന്നു. അവന്റെ മനസ്സിൽ ചില ചോദ്യങ്ങൾ ഉയരുന്നുണ്ടെന്ന് ഗുരുവിന് മനസ്സിലായി. ഗുരുദേവൻ അടുത്തു വന്നയുടനെ അവൻ അദ്ദേഹത്തോട് ബഹുമാനപൂർവ്വം ചോദിച്ചു, "പ്രിയ ഗുരുദേവ, ഞാൻ താങ്കളോട് ചില ചോദ്യങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു." ഗുരുദേവൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, "നിന്റെ മുഖം നോക്കി ഞാനത് മനസ്സിലാക്കി. നിന്റെ ചോദ്യങ്ങൾ എന്നോട് ചോദിക്കൂ." അവൻ പറഞ്ഞു, "യോഗ, ധ്യാനം, പ്രാണായാമം എന്നിവയുടെ അടിസ്ഥാനം താങ്കൾ പലപ്പോഴും പറയാറുണ്ട്. നമ്മുടെ ശ്വാസത്തിൽ നിയന്ത്രണം ലഭിക്കുമ്പോൾ നമ്മുടെ മനസ്സിലും ചിന്തകളിലും നമുക്ക് നിയന്ത്രണം ലഭിക്കുന്നു. അതിനാൽ ഇന്നു ഞാൻ ശ്വസനത്തിന്റെ രഹസ്യത്തെക്കുറിച്ച് വിശദമായി പഠിക്കാൻ ആഗ്രഹിക്കുന്നു. അത് യഥാർത്ഥ ശാസ്ത്രമാണ്." ഇതെല്ലാം കേട്ടു ഗുരുദേവൻ ഒരു നേരിയ പുഞ്ചിരിയോടെ പറഞ്ഞു തുടങ്ങി, "നമ്മുടെ മാനസികാവസ്ഥയും അതുപോലെ തന്നെ. നമ്മുടെ ശ്വാസോച്ഛ്വാസം പോലെയായിരിക്കും നമ്മുടെ മാനസികാവസ്ഥയും.
നമ്മുടെ ഉള്ളിൽ സംഭവിക്കുന്നതെല്ലാം നമ്മുടെ ശ്വാസവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അതുപോലെ തന്നെ നമുക്ക് പുറത്ത് സംഭവിക്കുന്നതും. നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന എല്ലാ സംഭവങ്ങൾക്കും നമ്മുടെ ശ്വാസവുമായി ആഴത്തിലുള്ള ബന്ധമുണ്ട്. അതായത് നമ്മുടെ ശ്വാസത്തിന്റെ വേഗത നമുക്ക് നിയന്ത്രിക്കാൻ കഴിയും. ഇത് ചെയ്യുന്നതിലൂടെ നമുക്ക് നമ്മുടെ മനസ്സിനെയും ചിന്തകളെയും നിയന്ത്രിക്കാൻ കഴിയും. ഒരു യഥാർത്ഥ യോഗിയെയോ അന്വേഷകനെയോ സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ അയാളുടെ മുഖത്ത് അത്ഭുതകരമായ ഒരു ശാന്തത കാണാം. ഏറ്റവും മോശം സാഹചര്യങ്ങളിലും ഒരു യഥാർത്ഥ യോഗിക്ക് സ്വയം സ്ഥിരതയോടെയും ശാന്തതയോടെയും തന്റെ മനസ്സിനെ നിലനിർത്താൻ കഴിയും. യോഗി തന്റെ വികാരങ്ങളെ അടിച്ചമർത്തുന്നില്ല, പക്ഷേ അയാൾക്ക് ശ്വാസത്തിന്റെ നിയന്ത്രണം ലഭിക്കുന്നു. ശ്വാസത്തെ നിയന്ത്രിക്കുന്നതിലൂടെ അയാൾ മനസ്സിന്റെ നിയന്ത്രണം നേടുന്നു. മനസ്സിന് തന്റെ നിയന്ത്രണത്തിലായിരിക്കുന്ന ആളിന് തന്റെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ട്. 150, 200 അല്ലെങ്കിൽ 300 വർഷം പോലും ജീവിച്ചിരുന്ന ചില യോഗികളെക്കുറിച്ച് നീ കേട്ടിരിക്കാം. അവർക്ക് അവരുടെ ആയുസ് എങ്ങനെ വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞു? പ്രാണശക്തിയെ ഉപയോഗപ്പെടുത്തിയാണ് അവരുടെ ശ്വസന നിയന്ത്രണത്തിലൂടെ അവരത് നേടുന്നത്. പ്രാണശക്തി നമുക്ക് ചുറ്റുമുണ്ട്. അത് എത്ര അളവിലെടുത്ത് പുറത്തുവിടണമെന്ന് ഒരു യോഗിക്ക് നന്നായി അറിയാം. ഈ ജോലിയിൽ അവർ വലിയ അളവിൽ പ്രാവീണ്യം നേടിയിട്ടുണ്ട്. നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ഊർജ്ജം ഉപയോഗിക്കാം. അത് നമ്മളെ ദീർഘായുസ്സുള്ളവരാക്കാനും കഴിയും. നമ്മുടെ ശരീരം ആരോഗ്യത്തോടെ നിലനിർത്തണമെങ്കിൽ, സാധാരണയേക്കാൾ കൂടുതൽ ശേഷി ഉണ്ടായിരിക്കണമെങ്കിൽ, ബുദ്ധിശക്തി വർദ്ധിപ്പിക്കണമെങ്കിൽ നീ നിന്റെ ശ്വാസം മനസ്സിലാക്കണം, അതിനെ നിയന്ത്രിക്കണം. ഒരിക്കലത് നിയന്ത്രിച്ചാൽ നിന്റെ ജീവിതത്തിലെല്ലാം ക്രമീകൃതമാകും. ഭയം, വിഷമം, കുഴപ്പം എന്നിങ്ങനെയുള്ള ഒന്നുമില്ല. അത് നമ്മുടെ മനസ്സിന്റെയും വികാരങ്ങളുടെയും ഒരു ഉൽപ്പന്നം മാത്രമാണ്. നമുക്ക് നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരേ ഒരു കാര്യം നമ്മുടെ മനസ്സിലെ വികാരമാണ്. അത് നമ്മുടെ ശ്വാസമാണ്. നമ്മുടെ ഉള്ളിലെ കോപം, ഉത്കണ്ഠ, അസൂയ, പ്രതികാരബോധം, അഹങ്കാരം ഇതെല്ലാം നമ്മുടെ ശ്വാസത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്നു. ശ്വാസത്തിൽ നമുക്ക് നിയന്ത്രണമുണ്ടെങ്കിൽ ഈ വൈകല്യങ്ങളെല്ലാം നമ്മുടെ നിയന്ത്രണത്തിലാകും. നമ്മുടെ ശരീരത്തിനും മനസ്സിനും ഇടയിലുള്ള ഒരു പാലമായി ശ്വാസം പ്രവർത്തിക്കുന്നു. നമ്മുടെ മനസ്സിലേക്ക് എത്താനും അതിൻ്റെ വൈകല്യങ്ങൾ മനസ്സിലാക്കാനും അവ നീക്കം ചെയ്യാനും ആഗ്രഹിക്കുന്നുവെങ്കിൽ നമ്മുടെ ശ്വാസത്തിൻ്റെ പാലത്തിലൂടെ നടക്കേണ്ടി വരും. നമ്മുടെ ശ്വാസത്തിലൂടെ നമ്മുടെ മനസ്സിലേക്കെത്തണം. ഇതാണ് ഏകമാർഗം. ഒരു കുട്ടി ഉറങ്ങുന്നത് എല്ലാവരും കണ്ടിട്ടുണ്ടാകും. കുട്ടി ശ്വസിക്കുമ്പോൾ അവൻ്റെ വയറ് വികസിക്കുകയും ശ്വാസം വിടുമ്പോൾ വയറുള്ളിലേക്ക് പോകുന്നതും ശ്രദ്ധിച്ചിട്ടുണ്ടാകും. അതായത് കുട്ടിയുടെ നാഭി ശ്വാസത്തിൽ നിന്ന് വയറിതുപോലെ സംഭവിക്കുന്നു. ഇത് ശ്വസനത്തിന്റെ ഏറ്റവും സ്വാഭാവികവും ശരിയായതുമായ മാർഗമാണ്. ഈ ആഴത്തിലുള്ളതും ദീർഘവുമായ ശ്വാസോച്ഛ്വാസം കാരണം കുട്ടികളുടെ മനസ്സ് ഉന്മേഷഭരിതവും ലഘുവുമായി തുടരുന്നു. അവരുടെ ശരീരം കൂടുതൽ സ്വാഭാവികമായി പ്രവർത്തിക്കുന്നു. അതുപോലെ കുട്ടികൾ മനസ്സിൽ എന്തെങ്കിലും ചിന്തിക്കുന്നത് നീ കണ്ടിട്ടുണ്ടാകും. പക്ഷെ അവർ അത് വളരെ നേരം സൂക്ഷിക്കുകയില്ല. ആരോടും വളരെ നേരം ദേഷ്യപ്പെടാനും അവർക്ക് കഴിയില്ല. എന്തെങ്കിലും തെറ്റിന് അവരെ ശകാരിക്കുകയോ അടിക്കുകയോ ചെയ്താൽ കുറച്ചു സമയത്തിനു ശേഷം അവരത് മറക്കുകയും തന്റെ കളിയിൽ മുഴുകുകയും ചെയ്യും. അതുകൊണ്ടാണ് കുട്ടികൾ വളരെ ലളിതമായി തോന്നുന്നത്. അവർ സ്വാഭാവികമായും അവരുടെ നാഭി മേഖലയിൽ നിന്ന് ശ്വസിക്കുന്നു. ഒരു കുട്ടിയുടെ ശരീരം ദ്രുതഗതിയിലുള്ള വികാസത്തിന് വിധേയമാകുന്നു. ഇതിന് കൂടുതൽ ഊർജം ആവശ്യമാണ്. ഈ ഊർജാവശ്യം നിറവേറ്റാൻ കൂടുതൽ ശ്വാസോച്ഛ്വാസം ആവശ്യമാണ്. അതിനാൽ പ്രകൃതി അവർക്ക് ദീർഘശ്വാസം എന്നൊരു സമ്മാനം നൽകിയിട്ടുണ്ട്. എന്നിരുന്നാലും ഈ ദീർഘശ്വാസം ഓരോ മനുഷ്യനും അത്യന്താപേക്ഷിതമാണെന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. ഇതൊരു സ്വാഭാവിക ദാനമാണ്. പക്ഷേ കാലക്രമേണ മനുഷ്യർ അവരുടെ സ്വാഭാവിക ശ്വസന രീതികളിൽ മാറ്റം വരുത്തിയിട്ടുണ്ട്. പലരും ഇപ്പോൾ അവരുടെ നെഞ്ചിൽ നിന്നാണ് ശ്വസിക്കുന്നത്. നമ്മുടെ ശ്വാസത്തിന്റെ ദൈർഘ്യം കുറയും തോറും നാം ആശങ്കകൾക്കും നിസാര കാര്യങ്ങൾക്കും ഇരയാകുന്നു. അതായത് ശ്വാസം എടുക്കുന്നതും പുറത്തേക്ക് വിടുന്നതും പെട്ടെന്ന് സംഭവിക്കുന്നത് അപകടമാണ്. നേരെ മറിച്ച് ദീർഘവും ആഴത്തിലുള്ളതുമായ ശ്വാസം സന്തോഷത്തിനും ആന്തരിക സമാധാനത്തിനും കാരണമാകുന്നു. ഒരു വ്യക്തി ഒരു മിനിറ്റിൽ ശരാശരി 12 മുതൽ 20 വരെ ശ്വാസങ്ങൾ എടുക്കുന്നുവെന്ന് ഗുരുദേവൻ വിശദീകരിച്ചു. നമ്മുടെ ശ്വാസോച്ഛ്വാസം നമ്മുടെ മാനസികാവസ്ഥയുമായും ശാരീരിക ക്ഷേമവുമായും അടുത്തു ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് മനസ്സിലാക്കേണ്ടത് പ്രധാനമാണ്. മിനിറ്റിൽ ശ്വാസങ്ങളുടെ എണ്ണം 11-ൽ താഴെയാകുമ്പോൾ നമ്മുടെ ചുറ്റുപാടുകളിലെ നിരവധി സൂക്ഷ്മ സംഭവങ്ങളുമായി നാം കൂടുതൽ ഇണങ്ങിച്ചേരുന്നു. നമ്മുടെ ശ്വാസത്തെ നിയന്ത്രിക്കുന്നതിലൂടെ നമുക്ക് ചുറ്റുമുള്ള ലോകത്തോട് അസാധാരണമായ ഒരു സംവേദനക്ഷമത വളർത്തിയെടുക്കാൻ കഴിയും. മൃഗങ്ങളുടെ ശബ്ദങ്ങളും വികാരങ്ങളും ഉൾപ്പെടെ സിംഹം, കടുവ തുടങ്ങിയ ഭയാനക ജീവികൾ പോലും ചില യോഗികളുടെ മുന്നിൽ ശാന്തരായി പ്രത്യക്ഷപ്പെടുന്ന കഥകൾ നീ കേട്ടിരിക്കാം. ഈ പരിവർത്തനം സംഭവിക്കുന്നത് യോഗികൾ ശ്വസന നിയന്ത്രണത്തിൽ പ്രാവീണ്യം നേടിയതുകൊണ്ടാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. നമ്മുടെ ശ്വസന നിരക്ക് മിനിറ്റിൽ ഏകദേശം 9 കുറയുമ്പോൾ മരങ്ങളുടെയും സസ്യങ്ങളുടെയും പ്രവർത്തനത്തെക്കുറിച്ച് നമുക്ക് ഉൾക്കാഴ്ച ലഭിക്കും. നമ്മുടെ ശ്വസനം 6-ൽ താഴെയാക്കുന്നത് നിർജീവ വസ്തുക്കളുടെ പ്രവർത്തനത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ നമ്മെ അനുവദിക്കുന്നു. അവ പുറപ്പെടുവിക്കുന്ന സ്പന്ദനവും ലോകവുമായുള്ള അവയുടെ പരസ്പര ബന്ധവും നമുക്ക് അനുഭവപ്പെടും. ചുരുക്കി പറഞ്ഞാൽ പ്രപഞ്ചത്തിന്റെ സത്തയെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അത്തരമൊരു അവസ്ഥയിലെത്തുന്ന യോഗികൾക്കും ഋഷിമാർക്കും പ്രപഞ്ചത്തിന്റെ രഹസ്യങ്ങൾ വെളിപ്പെടുത്താനും അതിനുള്ളിലെ സംഭവങ്ങൾ മുൻകൂട്ടി കാണാനും കഴിവുണ്ടെന്ന് പറയപ്പെടുന്നു. വേഗത്തിലുള്ള ശ്വസനം ഒഴിവാക്കിക്കൊണ്ട് ശരീരത്തിലുടനീളം സ്ഥിരത നിലനിർത്തുന്നത് ഉയർന്ന അവബോധത്തിലേക്ക് നയിക്കും.
യോഗയിലെ പഠനങ്ങളനുസരിച്ച് ശ്വസന നിയന്ത്രണം ഒരു അന്വേഷകനെ അസാധാരണമായ നേട്ടങ്ങൾ കൈവരിക്കാൻ പ്രാപ്തനാക്കുന്നു. അതൊരു സാധാരണ വ്യക്തിയുടെ അനുഭവങ്ങളെ മറികടക്കുന്നു. ദീർഘനേരം ശ്വാസം പിടിച്ചു നിൽക്കുന്നതിൽ പ്രാപ്തി നേടുന്നതിലൂടെ ഒരു വ്യക്തിക്ക് മനുഷ്യന്റെ നിലനിൽപ്പിന്റെ പുതിയ മാനങ്ങൾ തുറക്കാൻ കഴിയുമെന്ന് യോഗ പാരമ്പര്യത്തിൽ വിശ്വസിക്കപ്പെടുന്നു. കൂടാതെ ചികിത്സയില്ലാത്ത, ജീവനെ അപകടപ്പെടുത്തുന്ന ചില രോഗങ്ങൾക്ക് മനസ്സിന്റെയും തലച്ചോറിന്റെയും അച്ചടക്കമുള്ള നിയന്ത്രണത്തിലൂടെ ആശ്വാസം കണ്ടെത്താൻ കഴിയും. ഇത് ശ്വസന നിയന്ത്രണത്തിലൂടെ നേടിയെടുക്കാം. ജീവിതത്തിലെ ഉയർച്ച താഴ്ചകൾ പോലും അസ്വസ്ഥനാക്കാൻ കഴിയാത്തൊരു മാനസികാവസ്ഥയിലേക്ക് ഒരാൾക്ക് എത്തിച്ചേരാനാകും. ശ്വാസത്തിൽ നിയന്ത്രണം നേടിയൊരു യോഗിക്ക് എപ്പോൾ വേണമെങ്കിലും ശ്വാസം നിർത്താനും കഴിയും. ശ്വാസം അസ്വസ്ഥമാകുമ്പോൾ മനസ്സ് അസ്ഥിരമാകുമെന്ന് ഗുരുദേവൻ പറഞ്ഞു. എന്നാൽ ശ്വാസം ശാന്തമാകുമ്പോൾ മനസ്സും സ്ഥിരത കൈവരിക്കും. യോഗി ദീർഘായുസ്സുള്ളവനാകുന്നു. അതിനാൽ നമ്മുടെ ആരോഗ്യം നിയന്ത്രിക്കാൻ നാം പഠിക്കണം. ഓടുമ്പോഴോ എന്തെങ്കിലും വ്യായാമം ചെയ്യുമ്പോഴോ നമ്മൾ വേഗത്തിൽ ശ്വസിക്കും. അതിൽ തെറ്റില്ല. കാരണം നമ്മൾ അപ്പോൾ ആഴത്തിൽ ശ്വസിക്കുന്നു. കൂടാതെ വേഗത്തിൽ പ്രാണവായു എടുക്കേണ്ട ആവശ്യകതയും അവിടെയുണ്ട്. എന്നാൽ സാധാരണ സന്ദർഭങ്ങളിൽ വേഗത്തിൽ ശ്വസിക്കുകയാണെങ്കിൽ അത് അപകടമാണ്. നമ്മുടെ വേദങ്ങളിൽ കാമവും കോപവും നിയന്ത്രിക്കാൻ നിർദ്ദേശിക്കപ്പെടുന്നു. കാരണം അവ നമ്മുടെ ജീവശക്തിയെ ക്ഷയിപ്പിക്കും. ശ്വാസത്തെ പലപ്പോഴും ഒരു മനുഷ്യന്റെ ജീവശക്തി എന്ന് വിളിക്കുന്നു. ദീർഘായുസിന്റെ രഹസ്യത്തെക്കുറിച്ച് 200 വയസ്സുള്ള ഒരു മനുഷ്യനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം 2 ലളിതമായ വ്യായാമങ്ങൾ മാത്രമേ പങ്കുവെച്ചുള്ളൂ. വയറിന്റെ അടിത്തട്ടിൽ നിന്നും പൂർണ്ണ ശ്വാസമെടുത്ത് നിവർന്നു നിൽക്കുന്നൊരു രീതി നിലനിർത്തുക. സ്വയം നമ്മുടെ ശ്വാസത്തെ നിയന്ത്രിക്കാൻ പഠിക്കുക. ഈ വാക്കുകളോടെ ബുദ്ധസന്യാസി തന്റെ പഠിപ്പിക്കലുകൾ അവസാനിപ്പിക്കുമ്പോൾ ശിഷ്യൻ ശ്വസന നിയന്ത്രണത്തിന്റെ ജ്ഞാനത്താൽ നയിക്കപ്പെടുന്ന സ്വയം കണ്ടെത്തലിന്റെ ആഴത്തിലുള്ള ഒരു യാത്ര ആരംഭിച്ചു. പുരാതന രഹസ്യങ്ങളും പരിവർത്തന സാധ്യതകളും നിറഞ്ഞൊരു പാതയാണിത്. ബുദ്ധാവിത്യോ എന്ന ഈ ചാനൽ ശ്വസനത്തെക്കുറിച്ചുള്ള സ്വയം കണ്ടെത്തലിന്റെ ഈ യാത്രയിൽ നിങ്ങളെ ക്ഷണിച്ചിരിക്കുന്നു. ഒരു അന്വേഷകനെ പോലെ നിങ്ങൾക്കും ശ്വസന നിയന്ത്രണത്തിന്റെ ആഴത്തിലുള്ള ഫലങ്ങൾ പര്യവേഷണം ചെയ്യാനും നിങ്ങളുടെ ആന്തരിക സാധ്യതകൾ അഴിച്ചുവിടാനും കഴിയും. വ്യക്തിഗത വളർച്ചയെ നേരിടുന്നൊരു യാത്രയാണിത്. ഈ പാതയിലൂടെ നിങ്ങളോടൊപ്പം നടക്കാൻ ഞാൻ ഇവിടെയുണ്ട്. നിങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്താൻ ബുദ്ധാവിത്യോ എന്ന ഈ യൂട്യൂബ് ചാനൽ എപ്പോഴും ഉണ്ടാകുന്നതായിരിക്കും. എല്ലാവർക്കും ആശംസകൾ നേരുന്നു.